ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സിനിമ റിവ്യൂയിലേക്കോ അല്ലെങ്കിൽ ഒരു പുരാണ കഥയിലേക്കോ സ്വാതന്ത്ര്യ സമര ചരിത്ര കഥയിലേക്കോ ഒന്നും തന്നെയല്ല. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ സെഗ്മെൻറ്റിലേക്കാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ വൈഫും അതിനോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊളിറ്റിക്കലായിട്ടുള്ള വിഷയത്തിനെ പറ്റി ചാനലിൽ സംസാരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻസൈറ്റ്സ് ചാനലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റീച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യേക പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മനോഭാവത്തിനോട് പ്രത്യേക താല്പര്യമുള്ള ആളൊന്നുമല്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോടാണ് നമുക്ക് ഉള്ള സ്നേഹവും കടപ്പാടും എല്ലാം ആ രാജ്യത്തിനോടാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ ഐഡിയോളജി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവർക്ക് ചിലർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു, ചിലർക്ക് ഫലം കിട്ടുന്നില്ല. നമ്മളൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ് എന്നുള്ള 100% വിശ്വാസം ആ ഡെമോക്രസിയിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ പ്രതികരിച്ചിരുന്നില്ല. ഇനി പറയാൻ പോകുന്നതും രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും തന്നെയല്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പല ഫോറത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടേതായ ഞാനുള്ള പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ പല ടോപ്പിക്കും പോസ്റ്റിങ്ങും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ്, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ നോക്കുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള മാത്സ്, ഇതിൻ്റെ ബാക്കിലുള്ള നമ്പേഴ്സ് എന്താണ്. ഇപ്പോൾ ഒരു പാർട്ടിക്കാരൻ പറയുവാണ് ഇന്ത്യ 10% GDP ഗ്രോത്ത് നേടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 10% മെഷർ ചെയ്യുന്നത്, അതിൻ്റെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ വേറൊരാളെന്ന് പറയുവാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന ആൾ പ്രധാനമന്ത്രി ആകണ്ട അല്ലെങ്കിൽ ഇന്ന ആൾ പ്രസിഡൻ്റ് ആകണ്ട എന്നുള്ള തീരുമാനമാണ് കൂടുതലും ജനങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഓക്കെ, എങ്ങനെയാണ് ആ സർവേയുടെ സാമ്പിൾ സൈസ്, എങ്ങനെയാണ് ആ സാമ്പിൾ സൈസിൻ്റെ ഡെമോഗ്രാഫിക് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ നോക്കുന്നതിലാണ് എനിക്ക് കൂടുതലും താല്പര്യം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അടുത്ത് എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു സുഹൃത്ത് ഒരു ടോപ്പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകളുടെ ഇന്ത്യയിലുള്ള സാക്ഷരത 65% തൊട്ടടുത്ത രാജ്യമായ ചൈനയിൽ ഏതാണ്ട് 100% ഉണ്ടെന്നും ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വളരെയധികം പിന്നോക്കമാണെന്നും ഇന്ത്യ ഒരു മൂന്നാംകിട രാജ്യമാണെന്നും എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്. ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മൾ നല്ല കൂട്ടുകാരാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തോന്നി അതങ്ങനെ അല്ല. അതിൻ്റെ ആ പേഴ്സ്പെക്റ്റീവ് ഇല്ലാതെ ഒരു സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു മാത്സ് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത്തരത്തിലുള്ള നമ്പേഴ്സ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇത്തരം നമ്പേഴ്സ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയതുകൊണ്ട് ഇതൊന്ന് പോയി എന്താണ് സെർച്ച് ചെയ്യണം, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഇന്ത്യയിൽ ശരിക്കും സ്ത്രീകൾക്കുള്ള സാക്ഷരത കുറവാണോ, എവിടെയാണ് നമുക്ക് ചോക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളെവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത്, ഈവൻ ലിറ്ററസിയുടെ കാര്യത്തിൽ തന്നെ നമ്മളെവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ നമ്പറുകൾ ഞാൻ ചികഞ്ഞ് പോയി. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇന്ത്യയിലെ സാക്ഷരത ഫീമെയിൽ ലിറ്ററസി 65%, പക്ഷേ എന്നാൽ തൊട്ടടുത്ത രാജ്യങ്ങളായ ചൈനയിൽ ഏതാണ്ട് 95%, ബാക്കിയുള്ള യൂറോപ്യൻ മറ്റ് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം തന്നെ 90% മുകളിൽ ലിറ്ററസി റേറ്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി. ഞാൻ ആദ്യം ചെന്നത് ഇൻ്റർനാഷണൽ ജേണൽ, ഫ്രണ്ടിൽ ലാപ്ടോപ്പ് ഇരിക്കുകയാണ്, ലാപ്ടോപ്പിൽ എൻ്റെ പേര് നോക്കുവാണ്. ഞാനീ പറയുന്നതും റെഫർ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ പേപ്പേഴ്സിൻ്റെയും ഡോക്യുമെൻറ്റ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള നമ്പേഴ്സ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ പ്രാമുഖ്യമുള്ള ജേർണൽസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ, ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെഫറൻസിന് ഞാൻ ഉപയോഗിക്കുന്ന ഡേറ്റ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം നോക്കിയത് ഇൻ്റർനാഷണൽ ജേർണൽ ഫോർ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് IJFMR എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അവർ പല ടോപ്പിക്കുകളെ കുറിച്ചും പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ അടുത്ത് പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറായിരുന്നു ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ 2022 ബേസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ ഒരു ലിറ്ററസി റേറ്റും എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ലിറ്ററസി റേറ്റിൻ്റെ ഒരു ഗ്രോത്തും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 4-5 ഓരോ സംസ്ഥാനത്തിൻ്റെയും ലിറ്ററസി റേറ്റ് മെയിൽ ലിറ്ററസി റേറ്റ് എന്നുള്ള നിലയ്ക്ക് തരം തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇമേജിൽ അത് കാണാൻ സാധിക്കും.
അപ്പോൾ ആ ലിറ്ററസി റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഓവറോൾ ലിറ്ററസി റേറ്റ് ഏതാണ്ട് 70% മുകളിലാണ്, ചിലതിന് 80% മുകളിലാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ 95% മേളിലാണ്. അപ്പോൾ ലിറ്ററസി മെഷർ ചെയ്യുന്ന അറിയാമല്ലോ, നമ്മൾ പേര് എഴുതി ഒപ്പിടാനും പിന്നെ ഒരു വാക്യം മറ്റും എഴുതാനും കഴിയണം എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ലിറ്ററസി മെഷർ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ലിറ്ററസി റേറ്റും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ 80%-നും 70%-നും ഒക്കെ മേളിലും, കേരളം പോലുള്ള സംസ്ഥാനത്ത് 90%-ന് മേളിലും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഏതാണ്ട് 95.2% ഫീമെയിൽ ലിറ്ററസി ഉള്ളത്. ബാക്കി ഉള്ള സംസ്ഥാനങ്ങളിലൊന്നും അത്രയില്ല. എന്നാലും ചണ്ഡീഗഡിലൊക്കെ 82 ഉണ്ട്, ലക്ഷദ്വീപിൽ 88.25 ഉണ്ട്, മിസോറാമിൽ 89.4 ഉണ്ട്, പുതുച്ചേരിയിൽ 81.2 ഉണ്ട്, ത്രിപുരയിൽ 83.1 ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തോതിലുള്ള ഫീമെയിൽ ലിറ്ററസി റേറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉണ്ട്. ഫീമെയിൽ ലിറ്ററസി റേറ്റാണ് പറയുന്നത്. ഇനി കുറവായിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലെന്നല്ല. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നോക്കുകയാണെങ്കിൽ 68%, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നോക്കുകയാണെങ്കിൽ 63.4. ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പേപ്പർ നോക്കിയപ്പോൾ എൻ്റെ ആദ്യം പോയ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് 70%-ന് താഴെ നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റിന് വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്പർ നമ്മൾ എടുക്കുമ്പോൾ അതിന് മുമ്പും പിൻപുമുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ്. നമ്മൾ ഒരാളുടെ ശമ്പളം 1,00,000 രൂപയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അയാൾക്ക് ഒരു മാസമാണോ 1,00,000 രൂപ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വർഷമാണോ 1,00,000 രൂപ കിട്ടുന്നത്, അയാൾ എത്ര നാളായി ജോലി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അതൊക്കെ ചേരുമ്പോഴാണ് ആ നമ്പറിന് ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാകുന്നത്. ആ പേഴ്സ്പെക്റ്റീവ് തന്നെയാണ് ആ പേഴ്സ്പെക്റ്റീവിലോട്ടാണ് നമ്മൾ ഇതിലും പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഫീമെയിൽ ലിറ്ററസി റേറ്റ് 70%, 2022-ലാണ്. 65-70% ഒരു പോപ്പുലേഷൻ ലിറ്ററസി റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമുള്ള നമ്പേഴ്സൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് 60% പറഞ്ഞു, ഇതിൽ 70 ഉണ്ട്, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഏതാണ്ടൊരു +or-10% വരെ ഒരു നോമിനൽ വേരിയൻസ് ആണ്, നമ്മൾ അംഗീകരിക്കുന്ന ഒരു വേരിയൻസ് ആണ്. കാരണം അത് പോപ്പുലേഷൻ ഡേറ്റ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ചെറിയ വേരിയൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരും. അപ്പോൾ അങ്ങനെ ഈ സ്റ്റേറ്റ്സിൻ്റെ നമ്പേഴ്സ് നമ്മൾ കണ്ടു. 2011 സെൻസസിൻ്റെ ബേസ് ചെയ്തെടുത്തുള്ള സ്റ്റേറ്റിൻ്റെ നമ്പേഴ്സും അല്ലാതെയുള്ള പല സംസ്ഥാനങ്ങളുടെ നമ്പറും കണ്ടു. പല സംസ്ഥാനങ്ങളുടെ നമ്പറുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പേഴ്സ്പെക്റ്റീവ് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഇത് എവിടെയാണ് ഈ നമ്പർ ശരിക്കും ലൈ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ നേരെ MOSPI മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് 2011 സെൻസസിനെ ബേസ് ചെയ്ത് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഉണ്ട്. 10 വർഷം മുമ്പുള്ള ഡേറ്റയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഏജിൽ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഡേറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പേജിൽ വിൻഡോയിൽ ആ സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ റൂറൽ അർബൻ കമ്പൈൻഡ് അങ്ങനെ 3 സെക്ഷനാണ്. അത് വളരെ പ്രാമുഖ്യം അർഹിക്കുന്ന ഒന്നാണ്. കാര്യം ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് തർക്കിക്കുമ്പോൾ സുഹൃത്ത് പറഞ്ഞത് അർബൻ ഏരിയയിലുള്ള ആൾക്കാരാണ് കൂടുതൽ എഡ്യൂക്കേഷൻ എടുക്കുന്നത്, റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് വലിയ എഡ്യൂക്കേഷനൊന്നും കിട്ടാറില്ല, അർബൻ ഏരിയയിലുള്ള ആൾക്കാരുടെ കണക്ക് റൂറൽ ഏരിയയിലുള്ള ആൾക്കാരെ മാസ്ക് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു പുള്ളിക്ക്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 1951 4.87% ഫീമെയിൽ ലിറ്ററസി റേറ്റ് റൂറൽ ഏരിയാസിൽ. അതേസമയം അർബൻ ഏരിയാസിൽ 22.33. 1950 നമുക്ക് പോകേണ്ട കാര്യം, നമ്മളന്ന് എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്കൊരു 1980 വരാം, അല്ലെങ്കിൽ പോട്ടെ 1991 വരാം. 1991 30% റൂറൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിരക്ക് 30%. നമുക്ക് ഡെസിമൽ പോയിൻ്റ് വിട്ടുകളയാം. അതേസമയം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളുടെ 64%. ഏതാണ്ട് ഡബിളാണ് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നത്. പക്ഷേ
ഏതാണ്ട് 20 വർഷം കൊണ്ട്, അതായത് 2001 2011 ആയപ്പോൾ 30% റൂറൽ ഏരിയാസിലെ വിദ്യാഭ്യാസ നിരക്ക് ഏതാണ്ട് 58%. 58 നമ്മൾ 60 അടുപ്പിച്ചാണ്, 60 കൂട്ടിയാൽ പോലും ഇരട്ടിയായി റൂറൽ ഏരിയാസിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിരക്ക്. അതേസമയം അർബൻ ഏരിയാസിലെയോ 64 അവർ 90 ഹിറ്റ് ചെയ്തില്ല, അവർ 79 ഹിറ്റ് ചെയ്തത്. അതായത് 91 ഞാൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 91 ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതും പ്രൈവറ്റ് പ്ലേയേഴ്സ് വരുന്നതും കൂടുതൽ വ്യാപകമായി നമ്മളുടെ ബിസിനസ് എൻവയോൺമെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോച്ചിങ്ങും പരിപാടികളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 91 ഒരു ഗ്ലോബലൈസേഷന് ശേഷമാണ്, നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ്. ആ 91 ശേഷം റൂറൽ ഏരിയാസിലുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിരക്ക് ഏതാണ്ട് ഡബിളായിട്ടുണ്ട്. 30 നിന്നും ഏതാണ്ട് 58%, 60% ആയിട്ടുണ്ട്. അതേസമയം അർബനിലുള്ളവർ അത്രയും ഹൈ റേറ്റിൽ ഗ്രോ ചെയ്തിട്ടില്ല, അവർ ശരിക്കും സ്ലോ റേറ്റിലാണ് ഗ്രോ ചെയ്തത്. ഇനി കമ്പൈൻഡ് ആയിട്ടുള്ള ഫീമെയിൽ ലിറ്ററസി നിരക്ക് നമുക്ക് നോക്കി നോക്കാം. 91 40%, 39.29, 40% ഫീമെയിൽ ലിറ്ററസി റേറ്റ്. സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് 2011 65%. 65%. അപ്പോൾ നമ്മൾ എന്തുമാത്രം പ്രോഗ്രസ് അതിൻ്റെ അകത്ത് കൈവരിച്ചിട്ടുണ്ട് എന്നാലോചിച്ച് പോകണം. നമ്മൾ എവിടെ നിന്ന് നമ്മൾ ഈ 2010 20 വർഷം അല്ലെങ്കിൽ 30 വർഷം 81 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ് വെറും 30%, 29.76%, അതായത് 30. അത് 2011 ആയപ്പോൾ 65%. 2021 ആ സെൻസസിന് നിർബന്ധമായും അത് കൂടിയിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ ഡേറ്റ നോക്കിയിട്ട് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഡേറ്റ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ദയവായി അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയും മാത്രം ഗ്രോത്ത് നമ്മൾ സ്ത്രീകളുടെ ലിറ്ററസി നിരക്കിൽ കഴിഞ്ഞ 30-40 വർഷം കൊണ്ട് വരുത്തിയിട്ടുണ്ട്. ഇനി ഈ മാത്സ് ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല, ഇത് വളരെ എക്സ്റ്റെൻസീവായ റിപ്പോർട്ടാണ്. ഈ MOSPAയുടെ റിപ്പോർട്ട് നമ്മൾ വീണ്ടും ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കാസ്റ്റ് ബേസ്ഡ് അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് എങ്ങനെ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്. നിങ്ങൾ സ്റ്റേറ്റുകളുടെ ലിറ്ററസി നെറ്റ് നോക്കണം, അവിടെയാണ് വീണ്ടും ഒരു വ്യത്യാസം വരുന്നത്. 2001 2011 തമ്മിലുള്ള വ്യത്യാസമാണ്. പലപ്പോഴും നമ്മൾ കേരളത്തിലുള്ള പല സ്ഥലങ്ങളും പറയുമ്പോൾ, പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ നോർത്തിനോട്ടുള്ള സ്റ്റേറ്റുകളെ എക്സാമ്പിളാക്കി പറയാറുണ്ട്. UP പോലുള്ള സ്റ്റേറ്റുകളെ എക്സാമ്പിളാക്കി പറയാറുണ്ട്. ത്രിപുര, ഇപ്പോൾ ത്രിപുരയിൽ 65% 2001 സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിരക്ക്, സാക്ഷരതാ നിരക്ക്. അത് 2011 ആയപ്പോൾ 83%. അവർ ആക്ച്വലി ഭയങ്കരമായ പ്രോഗ്രസ്സാണ് കൈവരിച്ചിരിക്കുന്നത് ത്രിപുര. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട്. UP 43% നിന്നും ഏതാണ്ട് 42%, 0.2 ആണ്, 42% നിന്നും ഏതാണ്ട് 57%. ഉത്തരാഖണ്ഡിൽ ഏതാണ്ട് 59% നിന്ന് 70%. അതായത് ഒരു 10% മിനിമം 10% വേരിയൻസ്, അത് പോസിറ്റീവ് വേരിയൻസ് അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നെഗറ്റീവ് സോണിൽ പോയ സ്റ്റേറ്റുകളൊന്നും തന്നെ ഇല്ല. അതും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏതാണ്ട് 20% വന്നിട്ടുണ്ട്. 33.1 നിന്നും 51.5 സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, അത് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗവൺമെൻറ് പ്രവർത്തനം. പക്ഷേ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ വരവ്, ഇൻ്റർനെറ്റിൻ്റെ വരവ്, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ എത്തുന്നു, അവർക്ക് ഡേറ്റ ആക്സസ്, അതുവഴി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്ത്രീകളെ ബേസ് ചെയ്ത് എല്ലാ ഗവൺമെൻറ്റും പാർട്ടി ഭേദമന്യേ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം തന്നെയും വലിയ വലിയ പ്ലാൻസ്. കാര്യം ഇതിനകത്ത് പലപ്പോഴും കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും വരുമ്പോൾ സ്ത്രീകളായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനും അവർക്ക് പിന്നെ ഒരു ചിലവുമില്ലാതെ, കുടുംബത്തിന് ഒരു ചിലവുമില്ലാതെ അവരുടെ സ്കൂളിൽ പോയി കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഗവൺമെൻറ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ സൈക്കിള് കുട്ടികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ സംസ്ഥാനത്തും. ഞാൻ തമിഴ്നാട്ടിൽ
ഒരു എക്സാമ്പിളായി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്ത്യയുടെ ഫീമെയിൽ സാക്ഷരതാ നിരക്ക് 65% എന്ന് പറയുമ്പോൾ ശരിക്കും ഇത്തരം കണക്കുകൾ നമ്മൾ എല്ലാവരും തന്നെയും പോയി നോക്കേണ്ടതുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് എന്താണ് ഇതിൻ്റെ മാത്സ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ നമ്പറുകൾ പറയുന്നത്. നമ്മളൊരു ഇപ്പം നല്ലത് സ്റ്റോറി ആയാലും ശരി, മോശം സ്റ്റോറി ആയാലും ശരി, ഇന്ത്യ ഒരു വർഷം 12,000 കിലോമീറ്റർ റോഡ് കിട്ടി. ശരി, 12,000 കിലോമീറ്റർ റോഡ് കിട്ടിയില്ല. എങ്ങനെയാണ് ഈ 12,000 കിലോമീറ്റർ മെഷർ ചെയ്യുന്നത്? അതിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കണം. പോസിറ്റീവായും നെഗറ്റീവായിട്ടുമുള്ള ഡേറ്റ പോയിൻറ്റ്സ് വരുമ്പോൾ ആ ഡേറ്റ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ ഒരു പൗരന് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്. അപ്പോൾ ഇത്തരം ഈ മാത്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിൽ എനിക്ക് ബോധ്യമായി. അതായത് ഈ 65% എന്ന് പറയുന്നത് ഒറ്റ നമ്പറായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 65% ഭയങ്കര മോശപ്പെട്ട നമ്പറാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനകത്ത് ഹ്യൂമങ്കസ് പ്രോഗ്രസ് നമ്മൾ സ്ത്രീകളുടെ സാക്ഷരതാ നിരക്കിൽ വരുത്തിയിട്ടുണ്ട്. എക്രോസ് ഇന്ത്യ സ്ത്രീകൾ കൂടുതൽ ഫ്രണ്ട് എൻഡിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് മൊത്തത്തിൽ നമ്മൾ കാണുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ 150 കോടി ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. നമുക്ക് അതിനൊരു എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഫീമെയിൽ ലിറ്ററസിയിലെ കാര്യങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ നമ്മളെ ഫ്രണ്ട് ഇത് അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാദഗതിയിൽ തന്നെ നിൽക്കുവാണ്. അത് വേറൊരു ടോപ്പിക്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ അകത്ത്, പക്ഷേ ഫ്രണ്ട് പറഞ്ഞതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു പോയിൻ്റ് വാലിഡ് ആയിട്ടുണ്ടോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സൈഡ് വാലിഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും ഇൻ്റർനെറ്റിൽ പരതി ഇറങ്ങി എന്തൊക്കെ ഡേറ്റ പോയിൻറ്റ്സ് ഇതിനെപ്പറ്റി അവൈലബിൾ ആണ്, ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഒരു ഡെപ്തിലേക്ക് ഞാൻ പോകുന്നു. ഈ നെക്സ്റ്റ് ലെവൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ മോശമായിരുന്നു ഇന്ത്യ, വളരെ മോശമാണ് ഇന്ത്യയുടെ പെർഫോമൻസ് എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്തൊരു രാജ്യമാണെന്നുള്ള രീതിയിൽ അവിടെ ഒന്നും നടക്കത്തില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, നമുക്ക് നോക്കാം. എൻ്റെ വാദഗതി എന്ന് പറഞ്ഞാൽ ഈ 150 കോടി ആൾക്കാരുള്ള സ്ഥലത്തൊക്കെ നടത്തിയെടുക്കാൻ തന്നെ വലിയ പാടാണ് എന്നുള്ളതായിരുന്നു എൻ്റെ വാദഗതി. പക്ഷേ എന്നാലും അദ്ദേഹം പറഞ്ഞതല്ലേ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അതിൻ്റെ ഡേറ്റ തപ്പി ഇറങ്ങിയപ്പോൾ ലിറ്ററസി റേറ്റ് കിട്ടുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ എന്ന് പറയുന്ന ഒരു സൈറ്റുണ്ട്. ഒരു പബ്ലിക് ഡൊമൈൻ സൈറ്റാണ്. അവിടെ ഡേറ്റ അവൈലബിൾ ആണ്. 1980 തൊട്ടാണ് ഇന്ത്യയിൽ ലിറ്ററസി റേറ്റ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ആ സൈറ്റ് കാണിക്കുന്നത് നമ്മൾ സെൻസസ് വഴി നേരത്തെ 1951 മുതലുള്ളതുകൊണ്ട്, പക്ഷേ ആ സൈറ്റിൽ 1980 തൊട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 1980 തൊട്ട് ഉള്ള ആ നമ്പേഴ്സ്, ചൈന, ബ്രസീൽ, വേൾഡ് 1980 നമ്മുടെ രാജ്യത്തെ ലിറ്ററസി റേറ്റ് ഏതാണ്ട് 40% നമ്മുടെ ലിറ്ററസി റേറ്റ്. ഞാൻ കമ്പയർ ചെയ്യുന്ന ചൈനയാകട്ടെ അല്ലെങ്കിൽ ബ്രസീലാകട്ടെ അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തത്തിലുള്ള ലിറ്ററസി ആകട്ടെ ഏതാണ്ട് 60% മുകളിൽ 65% അവരുടെ റേറ്റ്. എന്നുവെച്ചാൽ നമ്മളെക്കാളും 25% മുകളിലാണ് അവർ നിന്നിരുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും അവസാനത്തെ നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 80% ബാരിയർ ബ്രേക്ക് ചെയ്യണം. 2023 ഓവറോൾ ലിറ്ററസി റേറ്റ് 80% എന്നുള്ള ബാരിയർ നമ്മൾ ബ്രേക്ക് ചെയ്യണം. 100% ഉറപ്പാണ് 2030, 2040 നമ്മൾ 90% എന്നുള്ള ബാരിയർ ബ്രേക്ക് ചെയ്ത് നമ്മൾ അപ്പുറം കടക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. അതിന് മുമ്പ് തന്നെ ഈ മോസ്റ്റ് പ്രോബ്ലി നമ്മളൊരു ഓവറോൾ വേൾഡിൻ്റെ ലെവലിനേക്കാളും മുകളിൽ, ഇന്ന് ചൈനയൊക്കെ നിൽക്കുന്ന 95% ലിറ്ററസി റേറ്റിലേക്ക് നമ്മളെത്തും എന്നുള്ളതിന് ഒരു തർക്കമേ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇത്രയും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതിൻ്റെ വേറെ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം കാണുമോ എന്ന് തോന്നി. അങ്ങനെ വീണ്ടും കുറച്ച് ഡേറ്റയെ തപ്പി ഇറങ്ങി. ഇത്തവണ ഞാൻ ഫോക്കസ് ചെയ്ത ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇപ്പോൾ പേരെഴുതി ഒപ്പിടാൻ നമുക്ക് എളുപ്പം സാധിക്കുന്ന ഒന്നാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രം മതി. 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരെഴുതി ഒപ്പിടാൻ സാധിക്കും. പക്ഷേ അതിനും അപ്പുറം എത്ര പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഹയർ എഡ്യൂക്കേഷന് പോകുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത മുന്നോട്ടുള്ള പഠനത്തിന് പോകുന്നുണ്ട് എന്ന് എനിക്ക് സെർച്ച് ചെയ്യണമെന്നായിട്ട് തോന്നി.
അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കൊക്കെ തപ്പിയെടുത്തു, കണ്ടുപിടിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെയാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ കാര്യം വളരെ വാലിഡായിട്ട് വരുന്നത്. ആ ഒരു ഏരിയയിൽ ഇന്ത്യ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കും, ഇത് ഡേറ്റ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അവരുടെ ലേബർ ഫോഴ്സ് സർവേ വെച്ചിട്ട് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് റിലീസ് ചെയ്യുന്ന ഡേറ്റയെ ബേസ് ചെയ്തിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു അനാലിസിസ്. അപ്പോൾ ഈ അനാലിസിസിൽ അവർ പറയുന്നത് ഒരു എഡ്യൂക്കേഷന് ജസ്റ്റ് എഡ്യൂക്കേഷൻ എന്നല്ല, ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ, ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിൽ അവരതിനെ തരംതിരിച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ നേടുന്നത് ആണുങ്ങളിൽ മെന്നിൽ 15% ഉള്ളപ്പോൾ സ്ത്രീകളിൽ അത് 10% മാത്രമാണ്. എന്ന് വെച്ചാൽ അത് നല്ല ഡ്രോപ്പാണ്. 10-15% നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് നല്ല അത്യാവശ്യം നല്ല മേജർ ഡ്രോപ്പാണ്, മേജർ ഡിഫറൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് 20കളിലും 30കളിലും ഇലിറ്ററേറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന സ്ത്രീകളുടെ എണ്ണം, അത് പെർസെൻറ്റേജ് ഏതാണ്ട് 27%. ആണുങ്ങളിൽ അത് വെറും 15%. ഏതാണ്ട് ഇരട്ടി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത് 50s, 60s, 70s ഒന്നും അത്ര ഒരു പ്രോമിനൻ്റ് ഉള്ളൊരു ഡേറ്റാ പോയിൻ്റായിട്ട് എടുക്കുന്നില്ല. നമ്മൾ 30s, 40s ഒക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ ഡേറ്റാ പോയിൻ്റായിട്ട് എടുത്തത്. പക്ഷേ പിന്നീട് ആ സൈറ്റിൽ വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് വരുന്നത് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഹയർ എഡ്യൂക്കേഷൻ നേടുന്ന സ്ത്രീകളുടെ അളവ് നോക്കൂ, വളരെ കുറവാണ്. അതായത് ആ ചാർട്ട് നമ്മൾ കറക്റ്റായിട്ട് റീഡ് ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് 15% ആൾക്കാർ ഹയർ എഡ്യൂക്കേഷൻ നേടുന്നുണ്ട് മെന്നിൽ. എന്നാൽ സ്ത്രീകളിലോ കഷ്ടിച്ച് 8% വരെ ഉള്ളൂ. എന്ന് വെച്ചാൽ ആണുങ്ങൾ നേടുന്നതിനേക്കാളും പകുതി എത്ര മെയിൽ ആൾക്കാർ ഹയർ എഡ്യൂക്കേഷന് പോകുന്നുണ്ടോ അതിൻ്റെ പകുതി ഫീമെയിൽ ആൾക്കാർ മാത്രമേ ഹയർ എഡ്യൂക്കേഷന് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഡേറ്റാ പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റാ പോയിൻ്റ് അല്ല. പക്ഷേ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ സർവേ ഇത് ഞാൻ നോട്ട് കിട്ടും, നമ്മുടെ പഴയ സർവേ ഡേറ്റയിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതൊന്നും കൂടെ നോക്കിയിട്ട് നോക്കുമ്പോൾ, അതായത് റൂറൽ അർബൻ സൈഡുകളിലുള്ള ഹയർ എഡ്യൂക്കേഷൻ നേടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വ്യത്യാസമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ 87 തൊട്ട് 2020 വരെയുള്ള ഡേറ്റയാണ്. നമ്മൾ ഇൻക്രീസ് ആവുന്നുണ്ട്. പക്ഷേ റൂറൽ സൈഡിൽ നോക്കിയാണ് അവിടെ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ നേടുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോഴും 5% മാത്രമേ ഉള്ളൂ. 1% വരുന്നത് 5% ഉള്ളൂ. പക്ഷേ അർബൻ ഏരിയാസിൽ 10% ഉള്ള, അതായത് ഏതാണ്ട് 87കളിൽ 10% ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് 20% കൂടിയിട്ടുണ്ട്. അത് ഭയങ്കരമായ ഗ്രോത്താണ്. ഡബിളായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വേറെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അനാലിസിസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഡേറ്റാ പോയിൻ്റ് ആയിരുന്നു ഇത്. ഈ സ്കൂളുകളിൽ നിന്നുമുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് കണ്ട് പിടിക്കാനായിട്ട് ഞാൻ നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ ആ റിപ്പോർട്ടിലേക്ക് ഒന്നും കൂടെ ഊളിയിട്ടിറങ്ങി. അപ്പോഴാണ് എനിക്ക് ഈ ഡേറ്റ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് 47ാമത്തെ പേജിലാണ് ആ ഡേറ്റ ഉള്ളത്. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിലും എത്ര കുട്ടികൾ സ്കൂളിൽ എൻറോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2005, 2006 തൊട്ട് 2014, 2015 വരെയുള്ള കണക്കാണ് അതിൽ പറയുന്നത്. നമ്മൾ പ്രൈമറി, അതായത് 6 തൊട്ട് 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ ഏതാണ്ട് 100% ആൾക്കാരും കുട്ടികളും ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സുകളിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ അപ്പർ പ്രൈമറി ആകുമ്പോൾ 11 മുതൽ 13 വയസ്സ് വരെ ആകുമ്പോൾ ആ പെർസെൻറ്റേജ് ഒരു 5%, ഒരു 10% ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം അവിടെ ഫീമെയിൽസിൻ്റെ 5% ഡ്രോപ്പ് ആവുന്നുണ്ട്. മെയിലിൽ പലരും പിന്നെ ഈ ബാലവേല അതുപോലുള്ള തൊഴിലൊക്കെ തേടി പോകുമ്പോൾ അവിടെ ഒരു 87% ഡ്രോപ്പുണ്ട്. പക്ഷേ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ പോകുമ്പോൾ അവിടെയാണ് ഭയങ്കരമായ വ്യത്യാസം വരുന്നത്. ഏതാണ്ട് 65% ആൾക്കാർ മാത്രമേ എൻറോൾ ചെയ്യുന്നുള്ളൂ. 35% ഡ്രോപ്പാണ്. അതായത് 100 പേരും സ്കൂളിൽ എൻറോൾ ചെയ്യുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത് 12ാം ക്ലാസ്സാണ്, കോളേജൊന്നുമല്ല.
9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഡേറ്റയാണ് ഈ പറഞ്ഞേക്കുന്നത്. 14 മുതൽ 17 വയസ്സ് വരെ ആ ടൈമിൽ സ്കൂളിലെത്തുന്നവരുടെ എണ്ണം വളരെ 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 കുറവാണ്. 2005, 2006 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35% പേരാണ് ആ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത്. അതായത് ഏതാണ്ട് 20 വർഷം മുമ്പ്, 2005, 2006, 20 വർഷം മുമ്പ് പെൺകുട്ടികളിൽ അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അപ്പർ പ്രൈമറി അല്ല, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വെറും 35% പേരായിരുന്നെങ്കിൽ ഇന്നത് 65% പേരാണ്. ആൺകുട്ടികളിൽ 44% പേരാണ് അന്ന് കംപ്ലീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് 64% പേരാണ്. അപ്പോൾ എന്തുമാത്രം നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് ആലോചിക്കുക. പക്ഷേ എഗെയിൻ സിറ്റുവേഷൻ നമ്മളെപ്പോഴും ഒരു ഗ്രീൻ സോൺ അല്ല. 60% എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഒരു നമ്പറാണ്. നമുക്കൊരു 90% മുകളിൽ ഈ നമ്പറുകളെല്ലാം തന്നെയും വരണം. നമ്മൾ ഈ ഗ്രോത്ത് കഴിഞ്ഞ 20 വർഷം കൊണ്ട് നമ്മളുണ്ടാക്കിയ ഈ ഗ്രോത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 വർഷം കൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2031 സെൻസസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 90% എത്തും. അറ്റ്ലീസ്റ്റ് ഒരു 85% മേളിലെത്തും എന്നുള്ള കാര്യത്തിന് എനിക്ക് തർക്കമേ ഇല്ല. 100% ഐഡിയൽ. നമുക്ക് എത്രമാത്രം പുരോഗതി ഇതിനകത്ത് കൈവരിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അതുപോലെ തന്നെ ഒരു വലിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഓരോ 100 ആൺകുട്ടികൾക്കും സ്കൂൾ എൻറോളിലായിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണമാണ്. 2005, 2006 നമ്മൾ നോക്കുകയാണെങ്കിൽ അക്രോസ് 3-4 കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൈമറി ആണെങ്കിൽ ഓരോ 100 ആൺകുട്ടികൾക്കും 87 പെൺകുട്ടികളാണ്. ഹയർ സെക്കൻഡറി ആണെങ്കിലോ 11ാം ക്ലാസ് 12ാം ക്ലാസ്സാണ് ഹയർ സെക്കൻഡറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ആണെങ്കിൽ 72 പേരാണ്. എന്ന് വെച്ചാൽ 100 ആൺകുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ തത്തുല്യമായ ഏജിലുള്ള 72 പെൺകുട്ടികളെ സ്കൂളിൽ വരുന്നുള്ളൂ. എപ്പോൾ? 2005, 2006. ഒരുപാട് പഴക്കമൊന്നുമില്ല, 20 വർഷം. 2014, 2015 നമ്മൾ 20 വർഷം എന്ന് പറയുമ്പോൾ ഈ ലേറ്റസ്റ്റ് കണക്ക് നമുക്ക് അറിയത്തില്ല. 10 വർഷം കൊണ്ട് 2005, 2006 നിന്നും 2014, 2015 എത്തിയപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ സ്കൂളിൽ പോകുന്ന ആൾക്കാരുടെ പെൺകുട്ടികളുടെ എണ്ണം 93% ഫോർ എവരി ശതമാനമല്ല, 93 to every 100 ബോയ്സ്. ഹയർ സെക്കൻഡറി ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 90 to 100 ബോയ്സ് ആണ്. എന്ന് വെച്ചാൽ 100 ആൺകുട്ടികൾക്ക് 90 പെൺകുട്ടികൾ സ്കൂളിൽ പോവുകയാണ്. അത് 100 എന്നുള്ള റേഷ്യയിലേക്ക് നമ്മൾ എത്തും. കാര്യം അതിൻ്റെ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു 2008 ആകുമ്പോഴാണ് നമ്മൾ മൊബൈൽ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 2010-12 ആകുമ്പോൾ ഭയങ്കരമായ ഡേറ്റ ഈസിലി അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഡേറ്റ അവൈലബിൾ ആയിരുന്ന എല്ലാം തന്നെയും ആൾക്കാർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നു. എന്തുകൊണ്ട് എൻ്റെ മകൾ സ്കൂളിൽ പോകണം, എന്തുകൊണ്ട് അവൾ കൂടുതൽ പഠിക്കണം എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയും അവർ പെൺകുട്ടികൾ കൂടുതൽ സ്കൂളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ പ്രോഗ്രസ് അതിൻ്റെ അകത്ത് കൈവരിച്ചിരിക്കുന്നത്. ആ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 നമുക്ക് 41% പെൺകുട്ടികൾ ഈ പ്രൈമറി സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെയിൽ കാറ്റഗറിയിലാണെങ്കിൽ 39% ആവറേജ് ആനുവൽ ഡ്രോപ്പ് ഔട്ട് റേറ്റാണ്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാണ് അവരതിനെ പറയുന്നത്. സെക്കൻഡറിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ 71.5, 66.4 എന്നുള്ള നിലയ്ക്ക്. പക്ഷേ 2013, 2014 നോക്കിയേ, ഏതാണ്ട് എല്ലാം ഒറ്റ അക്കത്തിലേക്ക് വന്നു. അവസാനം ആ സെക്കൻഡറി ഒഴിച്ച്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ പോയിൻ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലാഗ് വരുന്നുണ്ട്. അതും നമ്മൾ ഒറ്റ ഡിജിറ്റിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഫീമെയിലിനും മെയിലിനും പ്രൈമറി അപ്പർ പ്രൈമറിയിലൊക്കെ വെറും 4%. നമ്മളത് 1%, 0% ആക്കും എന്നുള്ള കാര്യത്തിന് ഒരു തർക്കമേ വേണ്ട. 300 വർഷം ഈ കട്ട് മുടിപ്പിച്ച് എന്തുമാത്രം വെൽത്ത് ഒരു രാജ്യത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മാത്രം വെൽത്തും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെറും ഈ ചകിരി ആക്കി ഇട്ടിട്ട് പോയ ഇന്ത്യ മഹാരാജ്യം ഇന്ന് 75 വർഷം കൊണ്ട്, സ്വാതന്ത്ര്യം നേടി 75 വർഷം കൊണ്ട് ഒരു $11 ട്രില്യൺ എക്കണോമിയായി മാറാമെങ്കിൽ ഇത്രയും 150 കോടി ആൾക്കാർ അവിടെ ഉള്ളപ്പോൾ ഈ നമ്പർ തീർച്ചയായിട്ടും നമ്മൾ 1% കൊണ്ടുവരും. ചില ഡാർക്ക് ഏരിയാസ് ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവൈലബിലിറ്റി, കൂടുതൽ സ്ത്രീകളെ കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരിക. പക്ഷേ നമ്മൾ തുടങ്ങിയ സ്ഥലം വാസ് ലൈക്ക് വേ ലോവർ. അവിടെ നമ്മൾ കയറി
ഒരു 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 എന്താ പറയുക, ഒരു ഒരു സൂപ്പർ ക്ലൈംബ് കയറി നമ്മൾ നിൽക്കുവാണ്. സോ നമ്മുടെ 65% ഒന്നും അത്ര താഴെയുള്ള ഒരു 65% അല്ല. ഒരുപാട് പണിയെടുത്ത് കഷ്ടപ്പെട്ടാണ് 65% എത്തിക്കുന്നത്. ഞാനോ അല്ലെങ്കിൽ വേറെ ആളോ കഷ്ടപ്പെട്ടതല്ല. ഒരുപാട് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് 65% എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, സർക്കാർ ഒരുപാട് കാര്യങ്ങൾ, എല്ലാ സർക്കാരും പാർട്ടി ഒന്നും തരംതിരിവില്ലാതെ എല്ലാ സർക്കാരും എഡ്യൂക്കേഷനുണ്ട് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. IITs, IIMs, സ്കൂളുകളുടെ എണ്ണം ഒക്കെ കൂട്ടുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ മോഡേണൈസ് ചെയ്ത് ബെറ്റർ സ്കൂളുകളാക്കുകയും ഒരുപാട് ആൾക്കാർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ റിമോട്ട് ഏരിയാസിലൊക്കെ സ്കൂളുകൾ കുറച്ച് മോശമാണ്. അവിടെയെല്ലാം ബെറ്റർ ആക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ രാജ്യം കൈവരിച്ച ഈ പുരോഗതിക്ക് ഒരു എന്താ പറയുക, ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സക്സസ്ഫുള്ളി റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിന് ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാതൊരു സംശയവുമില്ല. അത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇതുപോലെ എല്ലാ നമ്പേഴ്സും നമ്മളെ ഫ്രണ്ടിൽ വരുന്ന സർവേ, നമ്മളെ ഫ്രണ്ടിൽ ആരെങ്കിലും കൊണ്ടുവരുന്ന ഗ്രോത്ത് സ്റ്റോറീസ്, എല്ലാത്തിനും പെർസെൻറ്റേജ്, എല്ലാത്തിനും നമ്പേഴ്സ്, അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്താണ് ചോദിക്കുക. നമ്മളെ ഫോണിലെടുത്ത് ചുമ്മാ 4 ക്ലിക്ക് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്. AI സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷൻ വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ചിലവായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ എന്തായാലും സ്ത്രീകളുടെ സാക്ഷരതാ നിരക്കിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഇതുപോലത്തെ നല്ല ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇനിയും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസും കഥകളും ഒക്കെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ഇനിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.